വിചിത്രവും നിഗൂഢവുമായ പ്രതിഭാസങ്ങളാൽ നിറഞ്ഞതാണ് ഈ ലോകം. ചില നിഗൂഢതകൾ പരിഹരിക്കപ്പെട്ടിട്ടുണ്ടെങ്കിലും മറ്റുള്ളവ ശാസ്ത്രത്തിന് ഇന്നും ഉത്തരം കിട്ടാത്തവയാണ്. അത്തരത്തിൽ വിചിത്രമായ ഒരു സ്ഥലമാണ് കസാഖിസ്ഥാനിലെ കലാച്ചി ഗ്രാമം. റഷ്യൻ ജർമ്മൻ വംശജർ തിങ്ങിപ്പാർക്കുന്ന ഒരു ഗ്രാമമാണിത്. ഇവിടെ കസക് വിഭാഗക്കാർ വളരെ കുറവാണ്. നടക്കുമ്പോൾ പോലും ഇവിടുത്തെ ആളുകൾ പെട്ടെന്ന് ഉറങ്ങിപ്പോകുന്നു എന്നതാണ് ഇവിടുത്തെ പ്രത്യേകത. 2013 മുതലാണ് ഗ്രാമവാസികളിൽ നിഗൂഢമായ ഈ ഉറക്കരോഗം കണ്ടു തുടങ്ങിയത്. കലാച്ചിയിൽ താമസക്കാർ മുന്നറിയിപ്പില്ലാതെ ഉറങ്ങിപ്പോവുകയാണ് ചെയ്യുക. ചിലപ്പോൾ മണിക്കൂറുകളോ ദിവസങ്ങളോ പോലും ഇവർ ഉറങ്ങും. നടക്കുമ്പോഴോ ജോലി ചെയ്യുമ്പോൾ പോലും ഇവർ ഉറങ്ങിപ്പോകും. ഉണരുമ്പോൾ എപ്പോൾ അല്ലെങ്കിൽ എവിടെയാണ് ഉറങ്ങിയതെന്ന് ഓർമ്മ ഉണ്ടാവുകയുമില്ല. തലകറക്കം, ഓർമ്മക്കുറവ്, ഓഖാനം തുടങ്ങിയ ലക്ഷണങ്ങളും ഇവർക്കുണ്ടായിരുന്നു. ഈ അസാധാരണമായ അവസ്ഥ വർഷങ്ങളായി ആഗോള ശ്രദ്ധ ആകർഷിക്കുകയും ശാസ്ത്രജ്ഞരെ അമ്പരപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. വിപുലമായ ഗവേഷണങ്ങൾ നടത്തിയിട്ടും ഈ പ്രതിഭാസത്തിന്റെ കാരണം അജ്ഞാതമായി ഇന്നും തുടരുകയാണ്. ഈ അവസ്ഥയുടെ കാരണത്തെക്കുറിച്ച് നിരവധി സിദ്ധാന്തങ്ങൾ മുന്നോട്ട് വച്ചിട്ടുണ്ട്. ഗ്രാമത്തിലെ ഒരു വിഷവസ്തുവോ വാതകമോ ആയിരിക്കാം കാരണമെന്നാണ് ചില ഗവേഷകർ സംശയിക്കുന്നത്. അജ്ഞാതമായ ഒരു വൈറസ് മൂലമാകാം ഉറക്കത്തകരാറ് എന്നാണ് മറ്റൊരു സിദ്ധാന്തം സൂചിപ്പിക്കുന്നത്. അല്ലെങ്കിൽ ഇത് ഗ്രാമത്തെ ബാധിക്കുന്ന ഒരു കൂട്ടായ മാനസിക പ്രതിഭാസമായിരിക്കാമെന്നും പറയപ്പെടുന്നു. പ്രാദേശിക പരിസ്ഥിതിയിലെ മാറ്റങ്ങളും ഈ അവസ്ഥയ്ക്ക് കാരണമാകുമെന്ന് ചിലർ വിശ്വസിക്കുന്നുണ്ട്. മറ്റൊരു കാര്യം, മുതിർന്നവർക്കും കുട്ടികൾക്കും മാത്രമല്ല മൃഗങ്ങൾക്കും ഈ ഒരു രോഗം ബാധിച്ചിരുന്നു എന്നതാണ്. കലാച്ചി സമീപത്തെ ഉപേക്ഷിക്കപ്പെട്ട ഖനന നഗരമായ ക്രാസ്നോഗോർസ്കിലുമായി 140-ലധികം കേസുകളാണ് ഇതുവരെ രേഖപ്പെടുത്തിയത്. ഗ്രാമീണരുടെ ജീവിതത്തിൽ ഇത് ചെലുത്തുന്ന ആഘാതം വളരെ വലുതാണ്. ഇത് അവരുടെ ജോലി, സാമൂഹിക ഇടപെടലുകൾ, സാമ്പത്തിക സ്ഥിതി എന്നിവയെ ബാധിക്കുന്നു. നിലവിൽ ഈ രോഗത്തിന് സ്ഥിരമായ ഒരു പ്രതിവിധിയില്ല. എന്നിരുന്നാലും കാരണങ്ങൾ കണ്ടെത്തുന്നതിനും ഫലപ്രദമായ ചികിത്സകൾ വികസിപ്പിക്കുന്നതിനും ശാസ്ത്രജ്ഞർ ഇന്നും മുന്നിൽ തന്നെയുണ്ട്. പലർക്കും ഈ രോഗം ആവർത്തിച്ചു വന്നതോടെ കലാച്ചിക്ക് സ്ലീപ്പി ഹോളോ അഥവാ ഉറക്കത്തിന്റെ താഴ്വര എന്ന വിളിപ്പേരും വന്നു. വിശാലമായ പുൽമേടുകളിൽ കാർഷിക ജീവിതം നയിക്കുന്നവരാണ് ഇവിടുത്തെ നാട്ടുകാർ. 2015-ൽ കസഖ്സ്ഥാൻ സർക്കാർ ഗ്രാമവാസികൾക്ക് സ്വമേധയാ ഒഴിഞ്ഞുപോകാൻ സഹായം വാഗ്ദാനം ചെയ്തിരുന്നു. ആളുകൾ ഒഴിഞ്ഞുപോയതോടെ ഏറെക്കുറെ ഉപേക്ഷിക്കപ്പെട്ട നിലയിലാണ് ഇപ്പോൾ കലാച്ചി.